ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ജിടെക് മേക്കർ വ്ളോഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കാനോൺ 1500d എന്ന് പറയുന്ന DSLRൻ്റെ അൺബോക്സിംഗ് ആണ്. ഇതൊരു ബഡ്ജറ്റ് DSLR ആണ്. എനിക്കിത് റിവ്യൂ യൂണിറ്റ് ഒന്നും കിട്ടിയതല്ല, ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ബോക്സിനകത്ത് എന്തോന്നുണ്ടെന്നൊക്കെ നോക്കാം. ആദ്യം തന്നെ പറയാം, ഇത് വ്ളോഗേഴ്സിന് ഉപകാരപ്രദമായിട്ടുള്ളൊരു ക്യാമറ അല്ല. അതിന് കാരണം എന്തെന്ന് വെച്ചാൽ ഇതിൽ മൈക്ക് കണക്ടിവിറ്റി ഇല്ല. മാത്രമല്ല ഇതിൻ്റെ സ്ക്രീൻ എന്ന് പറയുന്നത് റൊട്ടേറ്റബിൾ സ്ക്രീനല്ല, ഫിക്സഡ് സ്ക്രീനാണ്. അതുകൊണ്ട് നിങ്ങൾ വ്ളോഗ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായേക്കും. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 25,990 രൂപയ്ക്ക് നിങ്ങൾക്ക് ആമസോണിൽ ലഭിക്കുന്നതാണ്. ഇപ്പോഴൊക്കെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലും മറ്റ് ദീപാവലി സെയിലും നടന്നപ്പോൾ നല്ല ഓഫേഴ്സിന് നിങ്ങൾക്ക് ഈ ക്യാമറ കിട്ടിയിരുന്നു. അപ്പോൾ ഞാൻ നമ്മുടെ ക്യാമറയുടെ ഔട്ടർ പാക്കിംഗ് അൺബോക്സ് ചെയ്ത് നമ്മുടെ മെയിൻ പാക്കിംഗ് എടുത്തിരിക്കുന്നു. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ് നമ്മുടെ ക്യാരി ബാഗും നമ്മുടെ ക്യാമറയുടെ പാക്കിങ്ങുമാണ് ആദ്യം നമുക്ക് കിട്ടുന്നത്. അതൊരു പേപ്പർ ഫോയിലിൽ റാപ്പിഡ് ആണ്. എപ്പോഴും പാക്കേജിങ്ങിലൊക്കെ ആമസോൺ, ഫ്ലിപ്കാർട്ട് ഏറെ ശ്രദ്ധിക്കുന്നതാണ്. അപ്പോൾ നമുക്കിത് സെപ്പറേറ്റ് ചെയ്തൊന്ന് നോക്കാം. ഇത് നിങ്ങൾക്ക് മെയിനായിട്ട് രണ്ടായിട്ടാണ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത്. അതായത് ഇതിൻ്റെ കൂടെ ഒരു കിറ്റ് ലെൻസ് വരുന്നുണ്ട്, അതായത് 1855 ലെൻസും, അല്ലാതെ ഒരു കിറ്റിലെന്ന് പറയുമ്പോൾ 1855 ലെൻസും 55-250 ലെൻസും നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ലഭിക്കുന്നതാണ്. പക്ഷേ ഞാനിവിടെ വാങ്ങിച്ചിട്ടുള്ളതെന്ന് പറയുമ്പോൾ 1855 ലെൻസാണ്. അപ്പോൾ അത് രണ്ടും പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് അതിൽ കയറി ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറയുടെ മെയിൻ പാക്കിംഗ് എന്ന് പറയുമ്പോൾ. അപ്പോൾ കാനോൺ അതിന് നല്ല ഡിസൈനൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്, പെട്ടെന്ന് ആളുകളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ നമ്മുടെ ക്യാമറയുടെ ഒരു ഫോട്ടോയും ബാക്കി എല്ലാ കാര്യങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതിൻ്റെ കൂടെ വന്ന് ബാഗ് പരിശോധിക്കാം, അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ്, ബാക്കി കാര്യങ്ങളും. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാരി ബാഗ്. ഏകദേശം നല്ലൊരു ക്വാളിറ്റിയാണ് ഇതിൻ്റെ കൂടെ ലഭിക്കുന്നത്. നമുക്കൊന്ന് അകത്ത് നോക്കാം. അകത്ത് ഫുൾ സ്പോഞ്ചാണ് വരുന്നത്, അതായത് എക്സ്റ്റേണൽ വൈബ്രേഷൻസിൽ വന്നാലും നമ്മുടെ ഒന്നും സംഭവിക്കാതിരിക്കാനാണ് ആ സ്പോഞ്ച് അവർ അത് കൊടുത്ത്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്യാമറയിലോട്ട് പോവാം. നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ഈ ബ്രാൻഡിൻ്റെ, അതായത് കാനോണിൻ്റെ സീലാണ്. അത് നിങ്ങളെപ്പോഴും അത് പൊട്ടിച്ചിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തണം. അപ്പോൾ ഇവിടെ നമ്മുടെ സീല് ഒട്ടിയിരിക്കുകയാണ്. ഇതിൻ്റെ കൂടെ വരുന്നത് 1+1 2 years വാറണ്ടി, 2 വർഷം വാറണ്ടിയാണ്. ഇതിൻ്റെ MRP അവർ അതിൽ പ്രിൻ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ 30,000 സംതിങ് പ്രൈസാണ്. അപ്പോൾ ഇതിൽ വൈഫൈയും NFC-യും സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് സീലൊന്ന് ഓപ്പൺ ചെയ്ത് അകത്തായിട്ട് നോക്കാം. അപ്പോൾ ബോക്സ് ആദ്യമായി തുറക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു യൂസർ മാനുവലാണ്. നിങ്ങൾ ഈ ക്യാമറ ഉപയോഗിക്കുന്നതിന് മുമ്പേ അത് കൃത്യമായിട്ടും വായിച്ചിരിക്കണം. ഓക്കെ, പിന്നെ കിട്ടുന്നതെന്ന് പറയുമ്പോൾ കാനോണിൻ്റെ ഒരു സ്ട്രാപ്പാണ്, അതായത് നമ്മുടെ കഴുത്തിൽ കൂടെ ക്യാമറ ഇടാനുള്ള ഒരു സ്ട്രാപ്പാണ്. നമുക്ക് അകത്തേക്ക് നോക്കാം. അപ്പോൾ അടുത്തതായി നമുക്ക് ലഭിക്കുന്നതെന്ന് പറയുമ്പോൾ കിങ്സ്റ്റണിൻ്റെ 16 GB മെമ്മറി കാർഡാണ് ക്യാമറയിൽ ഇടാൻ വേണ്ടി. പിന്നെ ഒരു കോംപ്ലിമെൻ്ററി വർക്ക്ഷോപ്പും പിന്നെ ഒരു വാറണ്ടി കാർഡും ലഭിക്കുന്നതാണ്. വാറണ്ടി കാർഡിൽ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ഫോട്ടോ സെൻസറും പ്രോസസ്സറും കാണാവുന്നതാണ്. അടുത്തതായി നമുക്ക് കിട്ടുന്നതെന്ന് പറയുമ്പോൾ ബാറ്ററിയാണ്. ഇതാണ് നമ്മുടെ ലിഥിയം പോളിമർ ബാറ്ററി ക്യാമറയുടെ. പിന്നെ കിട്ടുന്നതെന്ന് പറയുമ്പോൾ ചാർജിങ് കേബിളിൻ്റെ, അതായത് ചാർജറിൻ്റെ കോഡാണ്. നമുക്ക് ചാർജർ എടുക്കാം. ഇതാണ് നമ്മുടെ ബാറ്ററി ചാർജർ എന്ന് പറയുമ്പോൾ. ഇത് ഓട്ടോമാറ്റിക് ചാർജറാണ്, അതായത് ചാർജ് കയറിയാൽ നിങ്ങൾക്ക് അതറിയാം. LED ഇൻഡിക്കേറ്ററൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ലെൻസ് നോക്കാം. നല്ലൊരു പാക്കിങ്ങിലാണ് ലെൻസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ 1855 ലെൻസ്. അത്യാവശ്യം നല്ലൊരു സൂമാണ് ലഭിക്കുന്നത് ഇതിൻ്റെ കൂടെ.
ഇതൊരു ഓട്ടോ ഫോക്കസും ഇമേജ് സ്റ്റെബിലൈസേഷനും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ലെൻസാണ്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ലെൻസാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അഡീഷണലായിട്ട് പ്രൈം ലെൻസോ വേറെ എന്തെങ്കിലും ലെൻസ് വാങ്ങിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഫ്ലാഷ് ഓപ്പണായി നല്ല ഒരു ക്വാളിറ്റിയാണ് ഇമേജിന് നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, ഈ ക്യാമറ തീർച്ചയായും ഉപകാരപ്പെടുന്നതെന്ന് പറയുമ്പോൾ ബഡ്ജറ്റ് കുറവിൽ ഒരു DSLR ആവശ്യമുള്ളവർക്കാണ്. ഇതൊരു ബഡ്ജറ്റ് DSLR ആണ്. അതുപോലെ തന്നെ ഇതൊരു ബിഗിനർ DSLR ആണ്. അപ്പോൾ ഇത് 24 മെഗാ പിക്സലാണ് വരുന്നത്. ഇതിന് മെയിനായിട്ടും 8 ഓട്ടോ ഫോക്കസ് പോയിൻറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് ആ DSLRൽ എടുത്ത കുറച്ച് ഫോട്ടോസ് ഒന്ന് നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നുന്നു. കൂടുതൽ വീഡിയോസ് കിട്ടാനായി ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ഉടനെ തന്നെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ എത്തുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതിലും നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.